രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം. അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. രാമക്ഷേത്ര വിഷയത്തിൽ പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വിവാദ പരാമർശത്തിൽ വിയർത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ്. പാർട്ടിയിലെ മറ്റേതെങ്കിലും നേതാവാണ് ഇത്തരം പരാമർശം നടത്തിയതെങ്കിൽ അതിനെ തള്ളിപ്പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ലീഗിൻ്റെ അവസാന വാക്കെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നയാളാണ് സാദിഖ് അലി തങ്ങൾ. അദ്ദേഹം തന്നെ ബാബരി മസ്ജിദ് ഭൂമിയിലെ രാമക്ഷേത്രത്തെ നിരുപാധികം അംഗീകരിക്കും വിധം പ്രസ്താവന നടത്തിയതിനെ എങ്ങനെ ന്യായീകരിക്കണമെന്നറിയാതെ കുഴങ്ങുകയാണ് നേതാക്കളും പ്രവർത്തകരും. ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാദിഖ് അലി തങ്ങളെ ശക്തമായി പിന്തുണക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ BJP എന്തുദ്ദേശിച്ചോ അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അന്ന്. അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയവൽക്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ വേണ്ടി BJP നോക്കുകയാണ്. ആ കെണിയിൽ നമ്മൾ വീഴേണ്ടതില്ല. സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ശിഹാബ് തങ്ങളെടുത്ത മാതൃക അത് നമ്മളും തുടരണം എന്നാണ് തങ്ങൾ പറഞ്ഞതിൻ്റെ സാരം. പാർട്ടി അധ്യക്ഷനെ മറ്റൊരാൾ തിരുത്തുക എന്നത് ലീഗ് ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യമായതിനാൽ പ്രസ്താവനയെക്കുറിച്ച് സാദിഖ് അലി തങ്ങൾ വിശദീകരിക്കുകയേ നിർവാഹമുള്ളൂ എന്നാണ് മറ്റ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. ഗ്യാൻവാപി മസ്ജിദിൽ പൂജ തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് സമുദായത്തിനകത്ത് ശക്തമായ ചർച്ച നടക്കുമ്പോഴായിരുന്നു സംഭവം. സാദിഖ് അലി തങ്ങളുടെ ഈ പ്രസ്താവന ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യവും ശക്തമാണ്. വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോഴും പറഞ്ഞത് തിരുത്തി പറയാൻ സാദിഖ് അലി തങ്ങൾ തയ്യാറായിട്ടില്ല. മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിലെ കൊമ്പു കോർക്കലിനിടെ പുറത്തു വന്ന സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയ്ക്കെതിരെ സമസ്തക്കകത്തെ ലീഗ് വിരുദ്ധ വിഭാഗവും രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. സാദിഖ് അലി തങ്ങളുടെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഗ്യാൻവാപി മസ്ജിദിൽ പൂജ അനുവദിച്ചതിനെതിരെ ജിഫ്രി തങ്ങളും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരും സംയുക്ത പ്രസ്താവന ഇറക്കിയെന്നതും എടുത്തു പറയേണ്ടതാണ്. ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ.